എൻ്റെ പേര് ടിനോയ്. ഇതെൻ്റെ ഭാര്യയാണ് ഫെനീഷ. ഞങ്ങൾ വരുന്നത് കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തിയ പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. 2023 ഞാൻ ഖത്തറിലുണ്ടായിരുന്ന എൻ്റെ നല്ല ഒരു ജോലി റിസൈൻ ചെയ്ത് എനിക്ക് നാട്ടിലേക്ക് വരേണ്ടതായിട്ട് വന്നു. ഞാനവിടെ സേഫ്റ്റി അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കമ്പനിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലം സാലറിയിൽ ഡിലേ ഉണ്ടാവുകയും അതൊരു 7 മാസത്തോളം സാലറി പെൻഡിങ് ആവുകയും അതേ തുടർന്ന് എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വരേണ്ടതായിട്ടും വന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നത്. ഞാനും വൈഫും കൂടെ ഇവിടെ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞത് എനിക്ക് കിട്ടാനുള്ള ആ ഒരു സാലറിയുടെ ഒരു പെൻഡിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ്സും കിട്ടാതാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതെല്ലാം എത്രയും വേഗം അമ്മ ശരിയാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ടെങ്കിലും ഒരു പൂർണ്ണമായിട്ടും അതിലൊരു വിശ്വാസം കൊടുത്തിട്ടല്ല, പൂർണ്ണമായിട്ടും അതിങ്ങനെ വിശ്വസിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംഭാഷണത്തിൽ ആളെന്നോട് ചോദിക്കുന്നു, ഇങ്ങനെ കിട്ടാനുള്ള ബെനിഫിറ്റ്സ് എല്ലാം കിട്ടിയോ എന്ന് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എന്നേലും ഒരു 6 മാസം മുമ്പേ റിസൈൻ ചെയ്തവരൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ പൈസ എങ്ങനെയെങ്കിലും വാങ്ങിയിട്ട് പോകണമെന്ന് കരുതിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ കരുതിയിരുന്നത് ഒരു 4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു കയറി വന്ന് എൻ്റെ കേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് സാലറി എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്നാണ് എൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ സംഭാഷണത്തിൽ ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായിരുന്നു, ഇങ്ങനെ ഇത് കിട്ടിയോ, ക്രെഡിറ്റ് ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പൈസ എന്തെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്നാലും 6 മാസം മുമ്പ് പോയിരുന്നവർക്കൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ 1 മാസം മുമ്പ് വന്ന് എനിക്ക് എങ്ങനെ കിട്ടും. അങ്ങനെ പറഞ്ഞ് ആ ഒരു സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ വെറുതെ എൻ്റെ ഫോണൊന്ന് എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ബാങ്കിൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു, എനിക്ക് കിട്ടാനുള്ള എല്ലാ എമൗണ്ടും 2 ദിവസം മുന്നേ ക്രെഡിറ്റായി കിടക്കുന്നുണ്ട്. അത് പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. അങ്ങനെ ആ കിട്ടാനുള്ള എമൗണ്ടുകളെല്ലാം എനിക്ക് കിട്ടി. ഇത് മാതാവിൻ്റെ ഒരു ടൈം ഷോർട്ടനിങ് ആണെന്ന്, ടൈം ഷോർട്ടനിങ് വഴി മാതാവ് ഞങ്ങൾക്ക് തന്നൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതേ തുടർന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലിലൊരല്പം ഒരു ഉയർച്ചയുണ്ടായി. എങ്കിലും ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. കാരണം ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുമോയെന്ന് എനിക്കറിയില്ല. പള്ളിയിൽ രാവിലെ തന്നെ പള്ളിയിൽ പോകേണ്ടത്, അതുപോലെ ബൈബിൾ വായന, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധാരണ രീതിയിലൊക്കെ പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുന്നായിരുന്നു. ഒരു 2024 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പൂർണ്ണബോധ്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പിറ്റേന്ന് മുതൽ തന്നെ എല്ലാവിധ തടസ്സങ്ങളും, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ഉറക്കത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി വിടും. അപ്പോൾ ഇതിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാതാവ് ഉടമ്പടി എടുത്ത് വന്നതിൻ്റെ പിറ്റേ ദിവസം മുതലേ തന്നെ സ്വിച്ചിട്ട പോലെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായനയിലേക്ക് കടന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും, ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും വരാനായിട്ടിടയായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് വൈഫിന് ഒരു 22 വർഷമായിട്ട് അവൾക്കുണ്ടായിരുന്നിരുന്ന ഒരു അലർജി. അലർജി എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് ആ അലർജി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡസ്റ്റോ അല്ലെങ്കിൽ കോൾഡോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അലർജിയിലേക്കാണ് പോകുന്നത്. അത് ഭയങ്കര ശക്തമായിട്ടുള്ള ചുമയാണ്. അങ്ങനെ ചുമച്ച് കഴിയുമ്പോഴേക്കും നെഞ്ചിൽ നീർക്കെട്ടുണ്ടാവും. അതിനെ തുടർന്ന് ചുമച്ച് ബ്ലഡ് വരെ തുപ്പുന്നൊരവസ്ഥയിലേക്ക് വരാൻ ഇടയാകും. അപ്പോൾ ഈ ചുമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിബയോട്ടിക്സ് ആയിട്ടുള്ള അസ്കോറിൽ എന്ന് പറഞ്ഞൊരു സിറപ്പാണ് ആൾ കഴിക്കുന്നത്. അത് കഴിച്ചു തുടങ്ങിയാലും ഒരു 2 ബോട്ടിലെങ്കിലും കഴിച്ചാൽ മാത്രമാണ് ഒരു ചെറിയൊരു ശമനമെങ്കിലും അതിൽ നിന്ന് കിട്ടുള്ളൂ. എങ്കിലും പിന്നീട് ഒരു 2 ആഴ്ച എടുത്തു കഴിഞ്ഞാലാണ് അത് മാറാറുള്ളൂ. അപ്പോൾ അതേ തുടർന്ന് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള തൈലവും
ഉപ്പും ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല വിശ്വാസത്തോടു കൂടെ അത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പോലും അറിയാതെ അത് പെട്ടെന്ന് തന്നെ അത് മാറിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എപ്പോഴും ചുമയോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയാലും ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യമാണ് ഈശോയിൽ നിന്ന് മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നത്. രണ്ടാമതായിട്ട് ആളുടെ ചുണ്ടത്തൊരു ഹാർഡായിട്ടുള്ളൊരു ലംബ് വരികയും അതിങ്ങനെ ലംബ് വന്നപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ ഉപ്പൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അത് മാറിപ്പോയില്ല. അങ്ങനെ മാറിപ്പോകാതിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടറുടെ അടുത്ത് പോയപ്പം ഡോക്ടർ പറഞ്ഞു ആ ലംബ് അത് ഇത്തിരി ഹാർഡാണ്, അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ അത് വായിൽ മുഴുവൻ പല സ്ഥലങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടത് ശ്രദ്ധിക്കണം, അതിന് സർജറി വേണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് സർജറി എന്ന് കേട്ടപ്പോൾ വൈഫിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി വസ്തുക്കളിൽ വിശ്വസിച്ച് അത് പുരട്ടുക എന്നുള്ളതാണ്. അപ്പോൾ മുന്നേ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അവൾ വീണ്ടും അതിൽ വിശ്വസിച്ച് അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പൊക്കെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ മാറിപ്പോയി. ഞങ്ങൾ പോലും അറിഞ്ഞില്ല. അത് പിന്നീടാണ് ഞങ്ങളത് കാണുന്നത്. അത്ര പെട്ടെന്ന് അത് മാറിപ്പോയി. അതുപോലെ തന്നെ ഇങ്ങനെ രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ മക്കൾക്കും അങ്ങനെ രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവർ ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് അത് പറയാൻ സാധിക്കുന്നില്ല. അത് കുറച്ച് വലിയ സൗഖ്യങ്ങളൊക്കെ തന്നെയാണ്. 2023 ഞാൻ ഇവിടെ വന്നതിന് ശേഷം 2025 ഓഗസ്റ്റ് വരെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ച് അങ്ങനെ അധികം നിന്നിട്ടില്ല. കുറച്ച് നാൾ ഇവരെൻ്റെ ഒപ്പം അവിടെ ഖത്തറിലുണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ നിന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നിൽക്കണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഉടമ്പടിയിലുമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഉടമ്പടി ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളറിയുന്ന പലരും വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് മാതാവ് ഞങ്ങൾക്ക് ആ സമയത്തൊരു ജോലി വേണമെന്നായിരിക്കണം മറ്റുള്ളവർ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് മാതാവ് ഞങ്ങൾക്കൊരു ജോലി തരുന്നില്ല എന്ന് ഞങ്ങളറിയാവുന്നവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവണം. പലപ്പോഴും പലരും അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെയോ ഈശോയുടെയോ ഒരു സംരക്ഷണമില്ലായ്മ കൊണ്ടല്ല, അത് ഞങ്ങൾ നോക്കാതിരുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് കാര്യമായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തരാതെ ഞങ്ങളെ ഉടമ്പടി എടുത്ത ആ ദിവസം മുതൽ തന്നെ ഞങ്ങളെ കൈപിടിച്ച് കൂടെ നടത്തുകയാണ് ദൈവം. മാതാവ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സുഗന്ധ അഭിഷേകങ്ങളും അങ്ങനെ പല സയൻസൊക്കെ മാതാവ് ഇങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2025 ഒക്ടോബർ തുടങ്ങിയാണ് ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങുന്നത്, ഓരോ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പോയത്. വലിയ പ്രിപ്പറേഷനൊന്നുമില്ല. കാരണം ഞാൻ വന്നിട്ടൊരു 2.5 വർഷത്തോളം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ തന്നെ അതിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ജോലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം എന്നേക്കാളും അപ്ഡേഷൻസ് ഉള്ളവരും ജോലിയിലിരിക്കുന്നവരും അതുപോലെ തന്നെ എന്നേലും ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇൻ്റർവ്യൂവിന് വരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പോരായ്മ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ആ സമയത്തൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി കാശ് ഞാൻ എൻ്റെ കഴുത്തിലാണ് ധരിക്കുന്നത്. അപ്പം അത് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് കയറുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ചെറിയൊരു കുപ്പിയിൽ ഉപ്പ് ആ ചെറിയ കുപ്പിയിൽ ഇട്ടിട്ട് അതിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് പോകുന്നത്. തൈലമൊക്കെ തേച്ച് പ്രാർത്ഥിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് അങ്ങനെ തന്നെ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ്. ഞാൻ വേറെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ വേറെ നോട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും റെഫർ ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. അവിടെ ചെന്നതിൽ കഴിയുന്നതും ഇങ്ങനെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് എന്ന് എൻ്റെ ടേൺ വരുമ്പോൾ ഞാൻ കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കയറുന്ന ആദ്യ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു സൗദിയിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി എന്ന് പറഞ്ഞൊരു കൺട്രിയിലേക്ക് ഞാൻ ഒരിക്കലും പോയില്ല എന്നാണ് എന്നെ ഒരിക്കലും വിടല്ലേ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രത്യേകിച്ചത് എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് പോകണ്ട ആ ഒരു കൺട്രിയിലേക്ക്.
അത് കാര്യം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു കുർബാനയ്ക്ക് പങ്കെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് അവിടെ നടക്കില്ല. അതൊരു കാര്യമാണ്. പിന്നെ കൂടുതലും നമ്മൾ നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്തയും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇൻ്റർവ്യൂവിന് പോകുന്നത് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അങ്ങനെ പോയപ്പം ആ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആൾ ഒരു മിക്കവാറും ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന കോർപ്പറേറ്റ് ലെവൽ മാനേജർമാരും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്കിൽ കൂടെ ഞാനീ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവണേ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കയറിക്കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ വളരെയധികം കംഫർട്ടാക്കിയിട്ട് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു 90% നമ്മളുടെ ടെൻഷൻസ് എല്ലാം മാറും. അങ്ങനെ നമ്മളോട് ചിലപ്പോൾ ചോദ്യങ്ങൾ തന്നെ ചിലപ്പോൾ കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ്, അവിടെ എങ്ങനെയായിരുന്നു വർക്കുകളും കാര്യങ്ങളൊക്കെ പോയിരുന്നത്, എങ്ങനെയായിരുന്നു വർക്കിൻ്റെ സിനാരിയോ എങ്ങനെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ കിടക്കുന്നത് എത്രയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി, അങ്ങനെ ഒരു രീതിക്കാണ് പോകുന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിൽ നിന്നൊന്ന്, സൗദി ആയതുകൊണ്ട് ഞാൻ താല്പര്യമില്ലാണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒന്ന് ഞാൻ ആ ഇൻ്റർവ്യൂ കിട്ടിയ ആ ഒരു ജോബിൽ നിന്ന് ഞാൻ ഊരിപ്പോരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് പല ഇൻ്റർവ്യൂകളും വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആദ്യം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എനിക്കിതുപോലെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു കഴിവിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പോയി ഇതുപോലെ തന്നെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട മുമ്പേ തന്നെ ഞാൻ വളരെ ഡെസ്പായിരുന്നു, ഒട്ടും കംഫർട്ടല്ലായിരുന്നു ആ ഇൻ്റർവ്യൂ. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് എനിക്കിത് ഒട്ടും എന്നെ ഒന്ന് സെലക്ട് ചെയ്തെന്നൊന്നും പോലും പറഞ്ഞില്ല. ഇൻ്റർവ്യൂ ചോദിച്ച് ഓക്കെ അറിയിക്കാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ വ്യത്യാസം എനിക്കറിയാം. പിന്നീടുള്ള ഇൻ്റർവ്യൂകൾ എല്ലാത്തിലും ഞാൻ പോകുമ്പോൾ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചൊരുങ്ങി തന്നെയാണ് പോകുന്നത്. ബാക്കിയുള്ള എത്ര ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഏകദേശം ഒരു 6ഓളം ഇൻ്റർവ്യൂ ഞാൻ ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ 6 ഇൻ്റർവ്യൂവിലും ഒന്നിൽ പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല. വരുന്നവരൊക്കെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടും എന്നെ ഏതോ പരിചയമുള്ളത് പോലെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ എനിക്കിത് തോന്നുന്നതാണോ അല്ലെങ്കിൽ എന്താണിത്, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിട്ടല്ല എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ പലരോടും പറയുന്നത് ഇൻ്റർവ്യൂ നല്ലതായിരുന്നു, വളരെ ഫ്രണ്ട്ലിയാണ് ആളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ നിൽക്കും അവരുടെയും കൂടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനായിട്ട്. അതുപോലെ കയറിയ പലരും എന്നോട് പറഞ്ഞത് ഭയങ്കര ടഫായിരുന്നു ഇൻ്റർവ്യൂ, ഇതുവരെ ഞങ്ങളോട് ഇതുപോലെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, അത്രയും ടഫാക്കിയാണ് ആൾ ചോദിച്ചത്. കാരണം അങ്ങനെ ഒരാൾ ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവിടെ നിന്ന് ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം, ഈശോയുടെ ഒരു അനുഗ്രഹം, മാതാവിൻ്റെ ഒരു മധ്യസ്ഥം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കുന്നു. കിട്ടണ ജോലികളെല്ലാം ഇങ്ങനെ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തന്നെ ഇപ്പോൾ ഈ 2026 ഫെബ്രുവരി മുതൽ ഞങ്ങൾ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരിയിൽ, അതായത് നീലത്തിരിയിലാണ് ഞങ്ങൾക്ക് കൂടുതലും അടയാളങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. ആ നീലത്തിരിയിൽ ഒരു തിരിയുടെ അറ്റം ഇങ്ങനെ 7 പോലെയാണ് ഞങ്ങൾക്ക് കാണാനിടയായത്. ആ സമയത്ത് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നൊന്നുമില്ല. പിന്നീട് ഒരു ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇവിടെ നിന്ന് പറയുകയുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ 7 ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, അത് ദിവസമാണോ മാസമാണോ എന്താണെന്നൊന്നും അറിയില്ല, ഒരു ഗോൾഡൻ 7 കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം മാതാവ് കാണിക്കുന്നതായിരിക്കും, ഞങ്ങളുടെ അനുഗ്രഹത്തിനൊരു ഹിൻ്റായിരിക്കും അതെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നായിരുന്നു. അതിനുശേഷവും പലപ്പോഴായിട്ടും തിരിയിൽ ഇങ്ങനെ 7 എന്നുള്ള ഒരു നമ്പർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നീട് ഒരു ഇൻ്റർവ്യൂ വരാനിരുന്നത് 6ആം മാസത്തിൽ ഒരു അവസാനത്തെ ഒരു ഡേറ്റിലേക്കായിരുന്നു ആ ഇൻ്റർവ്യൂ വരാനുള്ളത്. ആ ഇൻ്റർവ്യൂ പെട്ടെന്ന് ഒരു ദിവസം പറയുന്നു 7ആം മാസം, അതായത് ജൂലൈ 1-ാം തീയതിയാണ് ആ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അതായത് 7ആം മാസത്തിലേക്ക് കടന്ന ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതും സൗദി തന്നെയാണ്. അപ്പം ഇങ്ങനെ 7 എന്നുള്ളൊരു നമ്പർ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് എന്തായാലും പോയി. ഇതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പോയത്. മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂവറാണ് എനിക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോട് ഇതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പലപ്പോഴും ഞാൻ സ്റ്റക്കാവുന്നൊരു അവസരങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട് ആ സമയത്ത്. എങ്കിലും അദ്ദേഹം തന്നെ അതിനുള്ള സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തന്നു. ഇതിന് ശേഷം പഴയ ഇൻ്റർവ്യൂ പോലെ തന്നെ എത്രയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സാലറി അങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മളോട്. അപ്പം ഇത് ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന HSC അഡ്വൈസർ എന്നുള്ള പൊസിഷനിലും ഒരു സീനിയോറിറ്റി ഉള്ള ഒരു പൊസിഷനിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയുണ്ടായി. അതും മാതാവിൻ്റെ വലിയൊരു മാധ്യസ്ഥം മൂലം ഈശോയുടെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
അങ്ങനെ ആ 7-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഓഫർ ലെറ്റർ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വരും. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ഓരോ 3 മാസം കൂടുമ്പോഴും ഞങ്ങൾ ഉടമ്പടി പുതുക്കും. അങ്ങനെയൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. പ്രാർത്ഥിച്ച് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. തിരിച്ചു പോകുന്ന വഴി അത് 7-ാം തീയതി തന്നെയാണ്. തിരിച്ചു പോകുന്ന ആ വഴിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതും എനിക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാതാവ് തന്നൊരു ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ 2/7 എന്നുള്ള 7-ാം മാസത്തിൽ 7-ാം തീയതിയാണ് എനിക്ക് ആ ഓഫർ ലെറ്റർ എനിക്ക് ജോലി ശരിയാവുന്നതും ആ ഓഫർ ലെറ്റർ ലഭിക്കുന്നതും പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോടുകൂടെയാണോ ഞാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി എന്നൊരു സ്ഥലം എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. പലരും പറഞ്ഞത് അവിടെ വളരെ ഡെവലപ്ഡായി ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കുറേ പ്രൊജക്റ്റുകളും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പലരും പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പല ശ്രമങ്ങളും നടത്തി വയ്ക്കുകയായിരുന്നു. പക്ഷേ ആരോട് ചോദിച്ചാലും അതിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശങ്ങളാണ് അത് പറയുന്നത്. കൂടാതെ ബൈബിളിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള വചനങ്ങളാണ് കിട്ടുന്നത്. അപ്പം ഞാനത് തീർച്ചയായിട്ടും മാതാവിൻ്റെയും ഈശോയുടെയും ഒരു എൻ്റെ ഇഷ്ടത്തെക്കാളുപരി മാതാവിനും ഈശോയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാനത് ആ ജോലി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇപ്പം എൻ്റെ വിസ വന്നിട്ടുണ്ട്. ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എന്നത്തേക്കാണെന്ന് അറിയില്ല. ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അത് ഇവിടെ കൃപാസനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ മാസവും വരും. അപ്പോൾ ഓരോ മാസങ്ങൾ വരുമ്പോൾ ചിലപ്പം നേർച്ച വസ്തുക്കൾ, പത്രങ്ങൾ അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ അന്നാണ് ഒരു രൂപം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നത്. മാതാവിൻ്റെ രൂപം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പത്രം, കാശ് രൂപം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിൽ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് പോകുന്നതിന് നേരത്ത് കാറിൽ വെക്കുന്ന നേരത്ത് പാർസൽ ട്രേയുടെ അവിടെ വെക്കാനായിട്ടാണ് ഞാൻ പോയത്. അപ്പം വെയിലടിച്ചത് കൊണ്ട് മാതാവിനൊരു വെയിലത്തിരിക്കണമല്ലോ എന്ന് കരുതി ഇപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ ലിറ്ററലി ഞാൻ പറയുക തന്നെ ഉണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഇങ്ങനെ വെയിൽ കൊണ്ടിരിക്കേണ്ട, ഒരു കാര്യം ചെയ്തോ, നീ സേഫായിട്ട് ഇവിടെ ഡിക്കിയിലിരുന്നോ. ഡിക്കിയിലാണ് വെക്കുന്നത് ഞാൻ. അപ്പോൾ അവിടെ സേഫായിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടർക്കിയൊക്കെ വിരിച്ച് അവിടെ പത്രങ്ങളും അതുപോലെ ഈ മേടിച്ച ഈ നേർച്ച വസ്തുക്കളും രൂപവും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോയി ഞങ്ങൾ കുത്തിയതോട് ഭാഗം ആയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ റോഡ് പണി അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം കുത്തിയതോട് ഭാഗമായിട്ടുണ്ടാകും. ആ ഭാഗത്ത് ഒരു വണ്ടി നിർത്തി ഒരു ചെറുതായിട്ട് സ്ലോ ചെയ്തപ്പോൾ ഞാനതിനെ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് ബാരിയർ ഇരിക്കുന്നു റോഡിൽ. അങ്ങനെ ഞാൻ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തിയ ഉടനെ തന്നെ വലിയൊരു ശബ്ദമാണ് കേട്ടത്. ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് വേറൊരു വണ്ടി വന്ന് ഇടിച്ചു. ആ ഇടിച്ച സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന വണ്ടിയാണെങ്കിൽ കൂടെ അത് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പിള്ളേരും ഞാനും ഡാഡിയും മമ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ആ സമയത്ത് വണ്ടി പെട്ടെന്ന് മൂവായി ഫ്രണ്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ദൈവമേ എൻ്റെ ഒരു 10-20,000 രൂപ പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലുണ്ടായത്. ഞാൻ വന്ന് ശരിക്കും വണ്ടിയുടെ ബാക്കിൽ വന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു. ഗൂസ് ബംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. ഭയങ്കര ഒരു അത്ഭുതമാണ് അത്. കാരണം ഒരു പോറൽ പോലും ഞങ്ങളുടെ വണ്ടിക്ക് ഏറ്റിട്ടില്ല എന്ന് മാത്രമല്ല, വന്ന് ഇടിച്ച വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ബോണറ്റിൻ്റെ ക്ലിപ്പൊക്കെ ഇളകി അത് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷനാണ്. മാതാവ് ഞങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ, ഞങ്ങളുടെ വണ്ടിക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് അതിനെ തടഞ്ഞു നിർത്തി എന്ന് തന്നെയാണ് ഞാനത് വിശ്വസിക്കുന്നത്. എനിക്ക് ഈ ഉടമ്പടിയിൽ നിൽക്കുന്നതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മളാദ്യം ഉടമ്പടിയോടെ വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 6 കാര്യങ്ങൾ എഴുതുന്നതോടത്ത് നമുക്കൊരു 600 കാര്യങ്ങൾ എഴുതാനുണ്ടാവും. ഞങ്ങളും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എഴുതിയിരുന്നത്. പിന്നീടുള്ള 2ാമത്തെ ഉടമ്പടി തുടങ്ങിയൊക്കെ 2ാമത്തെ 3ാമത്തെ ഉടമ്പടിയൊക്കെ തുടങ്ങി ഞങ്ങളുടെ കാര്യങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ദൈവികമായ കാര്യങ്ങളാണ് ആദ്യം കൂടുതലും എഴുതിയിരുന്നത്. അതായത് എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കാനും നിത്യത വരെ ഞങ്ങൾക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാനും വേണ്ട ഒരു കൃപ തരണം, മാതാവ് എപ്പോഴും കൂടെ ഉണ്ടാവണം, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം എഴുതുന്നത്. പിന്നീടാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഉടമ്പടിയിൽ നമ്മൾ ഒരു വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാലും ദൈവം അതൊരിക്കലും മറക്കില്ല. മാതാവ് അത് ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും ദൈവം മറക്കില്ല. നമ്മൾക്ക് എപ്പോഴാണെങ്കിലും അത് ദൈവം തരും. പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ വൈകുന്ന ഒരു സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഭയങ്കര ഡിലേ ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഡിലേ വരുന്നത് ചിലപ്പോൾ
ദൈവം എന്താണ് നമുക്ക് തരുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം തരാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും നല്ല കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം അത്രയും ഒരു ഡിലേ എടുക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം തരുന്നതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാവുമായിരിക്കാം. അങ്ങനെയാണ് എനിക്കത് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ശരിക്കും നമ്മൾ വിശ്വസ്തരായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ദൈവം, ഏറ്റവും ഉപരി എനിക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവിക കാര്യങ്ങളിലൊക്കെ പിന്നോട്ടായിരുന്ന ഒരാളാണ്. ഞാൻ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോവും. അത് ഇതുപോലെ തന്നെ പള്ളിയിൽ കുർബാനയൊക്കെ തുടങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും പള്ളിയിൽ എത്തുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ദൈവിക കാര്യങ്ങൾക്കൊരു അത്ര ശ്രദ്ധ കൊടുക്കാതിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമെങ്കിലും അതും ഇങ്ങനെ ഒരു നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഒരു രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു കൂടുതലും. എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്, വലിയ ശ്രദ്ധയൊന്നും ഇല്ലാണ്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു. കുർബാനയും അതുപോലെ തന്നെ നമ്മുടെ കുമ്പസാരവും അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ, നമ്മൾ എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ വെറുതെ വേസ്റ്റായി പോകുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക്, നല്ല ദൈവം കേൾക്കുന്ന രീതിയിൽ, നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടുകൂടെ നമുക്ക് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊരു ചിന്ത അങ്ങനെയാണ് ഉണ്ടായത്. അതേ തുടർന്ന് പള്ളിയിൽ പോകുമ്പോഴും നമ്മൾ കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കുർബാന എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും, പല അച്ഛന്മാരുടെ നമുക്കിപ്പോൾ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കുർബാന എന്താണ്, അതെങ്ങനെയാണ് പങ്കുകൊള്ളേണ്ടത്, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ. പിന്നീട് അങ്ങനെയുള്ള വീഡിയോകളും ഇവിടെ നിന്നുള്ള സാക്ഷ്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ബാക്കിയുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള മറ്റുള്ള വീഡിയോകൾ അതൊന്നും കാണാനായിട്ടുള്ളൊരു എഫേർട്ട് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് കണ്ടുപോരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കുർബാന എന്താണ്, അതെങ്ങനെ ഉൾക്കൊള്ളണം, അത് കുമ്പസാരം എങ്ങനെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും കുമ്പസാരങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രങ്ങളും കാശ് രൂപമൊക്കെ വാങ്ങിച്ചിട്ട് പോകും. ആ പത്രങ്ങൾ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ആ പത്രം ഞങ്ങളുടെ നടയിൽ വെച്ച് അത് പ്രാർത്ഥിച്ച്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്, തൈലം തേച്ചിട്ടാണ് ഞങ്ങളത് മടക്കുന്നത്. അത് മടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ആ പത്രങ്ങളൊക്കെ മടക്കുന്നത്. അങ്ങനെ മടക്കിയതിന് ശേഷം ഞങ്ങൾ ദൈവവചനം അതിനകത്ത് എഴുതും. ചിലപ്പോൾ 2 or 3 ദൈവവചനങ്ങൾ ആ പത്രത്തിൽ, ചിലപ്പോൾ 3 or 4 കെട്ടോ അല്ലെങ്കിൽ 3 കെട്ടൊക്കെ ഉണ്ടാവുള്ളൂ പത്രം. ഒരുപാട് പത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. എങ്കിലും ആ പത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ദൈവവചനങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിച്ച്, അത് കിട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ആ പത്രങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നത്. വിതരണം ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിലൊക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അവിടെ ആരും അറിയിക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ വരുന്നവർക്കൊക്കെ മിക്കവരും ഉടമ്പടിയെ പറ്റി അറിയുന്നവരൊക്കെയാണ്. അപ്പം കൂടുതൽ പേരെ എങ്ങനെ അറിയിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നുള്ള സാക്ഷ്യങ്ങളും ധ്യാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടെ ഇത് കൂടുതൽ പേരിലേക്ക് എത്തണമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ നേരിട്ട് ഇറങ്ങി തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയും, അതുപോലെ അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്ക് പോവുകയും അവിടെ ഞങ്ങൾ നടന്ന് പത്രങ്ങൾ ഞങ്ങളുടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ എങ്ങനെ ഉടമ്പടി എടുക്കണം, എന്താണ് ഉടമ്പടി എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട്, ഒരു തെറ്റിദ്ധാരണയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെയും ഒരു ദുരനുഭവങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചിലപ്പോൾ ചെല്ലുമ്പോഴൊക്കെ അവരുടെ വീടിൻ്റെ കോമ്പൗണ്ടിലൊക്കെ എഴുതി വയ്ക്കും. ചിലപ്പം അവരുടെ ജാതിയുടെ പേര് നായർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞങ്ങളപ്പോൾ അത് കയറി നമ്മൾ ഈ പത്രം കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ചമ്മലോടാണ് ചേരുന്നത്. പക്ഷേ അങ്ങനെ കയറുമ്പോൾ പോലും അവർ നമ്മളെക്കാൾ ഭക്തിയിലാണ് ആ പത്രം വന്ന് വാങ്ങിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഞാൻ അമ്മയുടെ അടുത്ത് പോകാറുള്ള ആളാണ്, അങ്ങനെ എനിക്കിവിടെ ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ഒരു മടിയും വേണ്ട, എനിക്കത് തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടെയാണ് പത്രങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഈ പത്രങ്ങൾ കൊടുത്തവർക്ക് വേണ്ടിയിട്ട് അവരെ സമർപ്പിച്ചുകൊണ്ട് കൊന്തയെല്ലാം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പോരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും അല്ലാതെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള പ്രയറുകളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഇടയ്ക്കാണ് ഞങ്ങളിങ്ങനെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ, കുടുംബ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ മുട്ടയിൽ നിന്ന് തന്നെയാണ് പ്രാർത്ഥന എത്തിക്കുന്നത്. അപ്പോൾ ഈ സമ്പൂർണ്ണ ജപമാല ഞങ്ങൾക്ക് അങ്ങനെ ചെല്ലിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് വേണ്ടിയിട്ട് ഒരുങ്ങി ഞങ്ങളങ്ങനെ സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചൊല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഒരു മാതാവിൻ്റെ ഒരു പ്രസൻസ് നമുക്കത് ഇപ്പോൾ ഞാൻ ഈ അവസാനത്തെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ നമുക്കത് പല രീതിയിൽ നമുക്കിപ്പോൾ ഒരു സുഗന്ധാഭിഷേകമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് വളരെയധികം നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ
ഞങ്ങൾക്ക് തിരിയിലും ഇതുപോലെ തന്നെ തിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തിരി ഇങ്ങനെ ആളുകയും അതിനകത്ത് ഇങ്ങനെ മാതാവിൻ്റെ ഒരു രൂപം ഞങ്ങൾക്ക് അതിൽ തെളിഞ്ഞ് കാണാനായിട്ട് ഇടയായി. അങ്ങനെ 2 തവണ സംഭവിച്ചിട്ടുണ്ട്. നീലത്തിരിയിൽ ഒരു തവണ വന്നിട്ടുണ്ട്, പിന്നെ ഒരു സാധാരണ തിരിയിലാണ് അങ്ങനെ വന്നത്. അങ്ങനെ 2 തവണ ഞങ്ങൾക്കങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 7 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് തിരിയിൽ മാത്രമല്ല, ഒരിക്കലും ഇങ്ങനെ ക്ലൗഡിലും അത് കാണുകയുണ്ടായിരുന്നു. 7 എന്ന് പറഞ്ഞ നമ്പർ ആകാശത്ത് ഇങ്ങനെ കണ്ടായിരുന്നു. അത് വൈഫാണ് ആദ്യം കണ്ടത്. അവൾ പുറത്ത് പോകുന്ന സമയത്താണ് കണ്ടത്. അപ്പം അതിനുശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതാരും വിശ്വസിച്ചില്ല. പ്രത്യേകിച്ച് ഞാനും അത്ര വലിയത് കാര്യമൊന്നും നോക്കിയില്ല. പിന്നീട് ഒരിക്കലും അവൾ ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. ആളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കും കൂടെ കാണാവുന്ന രീതിയിൽ എനിക്കത് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു ക്ലൗഡിലൊരു 7 തെളിഞ്ഞു വരികയും അതിനെ തുടർന്ന് അവളത് ഫോട്ടോ എടുക്കുകയും ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരികയും ചെയ്തു. അപ്പം അങ്ങനെ അടയാളങ്ങൾ, പല വിധത്തിലുള്ള അടയാളങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ മാതാവ് ശരിക്കും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി. ഞാൻ എൻ്റെ വഴിയിലൂടെ തന്നെയാണ് നിങ്ങൾ നടക്കുന്നതെന്നുള്ളതിനുള്ളൊരു തെളിവുകൾ തന്നിട്ടാണ് മാതാവ് നമ്മളെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് മാതാവ് വഴി ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് റോളിൻസ്, ഇതെൻ്റെ ഭാര്യ ഷീല, ഇതെൻ്റെ മൂത്ത മകൾ റോസ്മരിയ, ഇതെൻ്റെ മകൻ ഫ്രാൻസിസ്കോ മാരിയോ. ഞാൻ കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ അവസാനമാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. മറ്റുള്ള പല കാര്യങ്ങൾക്കായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി. കൊച്ചിൻ്റെ മാമുദീസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കേഷൻ സമയം കൊണ്ട് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇളയവന് ഒരു പനി ഉണ്ടായിരുന്നു, ചെറിയൊരു പനി പിടിച്ചു. അപ്പോൾ അവനെ ആശുപത്രി ഞങ്ങൾ ചെയ്യാവുന്ന മരുന്നുകളൊക്കെ ചെയ്തു, പക്ഷേ മാറുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ദൈവം ഒരു ദർശനം കാണിച്ചു തന്നു. ഈ ഭൂമിയും അതിലുള്ള സകലതും ഒരു മരിച്ച ആളുടെ കണ്ണിലൂടെ കാണുക എന്നുള്ളൊരു ദർശനമാണത്. ഞാനത് സർപ്രൈസായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തത്, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതങ്ങ് വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം കണ്ടു, ഞാനതങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ വായിലേക്ക് മരിച്ച ആളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോഴുള്ള പാട്ടാണ് വരുന്നത്. ആദ്യം ഞാൻ ആ പാട്ട് പാടി, പക്ഷേ അതിനകത്ത് എന്തോ അസ്വാഭാവികത എനിക്ക് തോന്നി, ഞാനത് വിട്ടു, സാധാരണ പോലെ വരാമെന്ന് വെച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ കൂടി ഞങ്ങൾ ബൈക്കിന് പോകാൻ റെഡി ആവുന്ന സമയത്ത് വീണ്ടും ഈ പാട്ട് വീണ്ടും വരണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഞാനപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വണ്ടി പതുക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കൃപാസനം, ഞാൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ 1 മാസം എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ കരങ്ങളിൽ വഴി ഈശോയുടെ തിരുവത്തിലേക്ക് കൊടുത്തിട്ട് ഞാൻ ഒരു 1.5 കിലോമീറ്ററോളം ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉറക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, എൻ്റെ കുടുംബത്തെ എല്ലാവരെയും അമ്മയുടെ കരങ്ങൾ വഴി ഈശോയിലേക്ക് സമർപ്പിക്കുന്നു കാത്തോളാം എന്ന് പറഞ്ഞ് ശരിക്ക് ഒരു 1.5 കിലോമീറ്റർ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കി. എന്നിട്ട് വീണ്ടും ആ വായിലെ പാട്ട് വരുന്നുണ്ട് നോക്കി. അപ്പോൾ പാട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തോ സംഭവിക്കേണ്ടായിരുന്നു, അത് മാറിപ്പോയി എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു ചെറിയ ഹോസ്പിറ്റൽ ആദ്യം കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അല്പം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങളൊരു ഹയർ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് രാത്രി തന്നെ അവർ ആംബുലൻസ് വിളിച്ചെന്നു. പേടിക്കാനൊന്നുമില്ല, പക്ഷേ നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹയർ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ന്യൂമോണിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു 3 ദിവസം അവിടെ നിങ്ങൾ ഇവിടെ വേണ്ടായിരുന്നു പറഞ്ഞു. 3 ദിവസം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുമാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദർശനങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തു. അപ്പോൾ ഞാൻ വിളിച്ചു, ഇത് ഇത്രയും കൊണ്ട് തീർന്നു പോയി, ഇനി ഒന്നും സംഭവിക്കില്ലെന്ന് വെച്ച് ഞാൻ കുറച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞ് വണ്ടിയിലിരുന്ന് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു റിമോട്ടായിട്ടുള്ള റോഡാണ്, അധികം വാഹനങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ വരുന്ന കാറുകളൊക്കെ മിനിമം ഒരു 100-ലൊക്കെ സുഖമായിട്ട് പോകാം, 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത ഓട്ടോറിക്ഷ ഏകദേശം ഒരു 60 കിലോമീറ്ററെങ്കിലും സ്പീഡ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളത് കണ്ടില്ല, ഒരു പട്ടി അവിടുന്ന് ജമ്പ് ചെയ്ത് ഗ്ലാസ്സുമേക്ക് കറക്റ്റ് ഒരു ജമ്പ് ചെയ്യുന്ന മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് വെട്ടിച്ച വഴി വണ്ടി മറിഞ്ഞ് അടിച്ച് വീണു. പിന്നെ സൈഡിലേക്ക് ഒരു സ്ലോപ്പാണ്, ആ വണ്ടി ചെരിഞ്ഞ് ഒരഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. അപ്പോൾ ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ സൈഡിലും ഭാര്യ ഇപ്പുറത്തെ സൈഡിലായിരുന്നു. ഭാര്യ ഓട്ടോറിക്ഷയിൽ ചെരിഞ്ഞ് കൊച്ചിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് പിടിക്കാനൊന്നും സംഭവം ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഇടിച്ച് വീണത് അവളുടെ
അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വണ്ടിയുടെ അടിയിൽ പോയി. ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ചാടി ഇറങ്ങി. എനിക്ക് ഓട്ടോറിക്ഷയുടെ മുകളിൽ കൂടെ ചാടി ഇറങ്ങാൻ പേടി. കാരണം ഇവരിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞെരുങ്ങുമല്ലോ. പക്ഷേ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ ഞാനും ഡ്രൈവറും കൂടി ഓട്ടോറിക്ഷ നേരെയാക്കി. നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെ അതിൻ്റെ അടിയിലായിരുന്നു. എന്നിട്ട് അവരെ വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വൈഫ് ആദ്യം പറഞ്ഞത്, ചേട്ടാ നമ്മുടെ ഉണ്ണി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കണത്. അപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ച് കംപ്ലീറ്റ് ബ്ലഡിൽ കുളിച്ച് കിടക്കാണ്. ഇങ്ങനെ വാടി ഭയങ്കര ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവൾ പറഞ്ഞു, ചേട്ടാ നമ്മുടെ ഉണ്ണി പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഒന്നും സംഭവിക്കില്ല, നീ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, ജീവിക്കുന്ന ദൈവത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊന്ന് പ്രൈസ് വർഷിപ്പിച്ചു. പിന്നെ പെട്ടെന്ന് എൻ്റെ വായിലൊന്ന് കൃപാസന മാതാവിനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ, എനിക്ക് കൃപാസന മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് നിലനിർത്തുന്നു സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് ആരൊക്കെയോ കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കർണാടകയിലാണ് സംഭവം. അപ്പോൾ എൻ്റെ ചുറ്റും ആരൊക്കെയോ ഒന്ന് പ്രൈസ് വർഷിപ്പ് ചെയ്യാൻ കേട്ടു. പിന്നെ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു കാർ അവിടെ കൊണ്ടു നിർത്തി. വിതിൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് സ്റ്റഡിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു കാർ അവിടെ കൊണ്ടു 2 ചെറുപ്പക്കാർ കാർ കൊണ്ടു നിർത്തി. ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ടായില്ല. വണ്ടികൾ വന്നിട്ട് ഞങ്ങൾ 4 പേരും തീർന്നു വരാൻ. പിന്നെ പെട്ടെന്ന് ആ വണ്ടി അവിടെ ഒരു കാറ് ദൈവം ഞങ്ങൾക്ക് അയച്ചുകൊണ്ട് തന്നു ഒരു കാറിനെ. ആ കാറിൽ ഞങ്ങളെല്ലാവരും കയറി. എങ്ങനെയൊക്കെയോ നടന്ന് കയറി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിയാണ്. ആ സമയത്ത് ഞാനൊന്നും നോക്കിയാൽ ഞാൻ ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ജീസസ് യൂത്തിലെ ഒരു കോർഡിനേറ്റർ കുറച്ച് ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ടെന്ന് തോന്നി കുറച്ച് വേർഡ് ഓഫ് ഗോഡ് അയച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വന്നത് ഈ വേർഡ് ഓഫ് ഗോഡാ, ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അങ്ങനെ എനിക്ക് വായി തന്നത് എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ അവസാനം താലൂക്ക് ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടുത്തെ പീഡിയാട്രിഷ്യൻ, ഞങ്ങൾക്കറിയാം ആ ഡോക്ടറെ. അപ്പോൾ ആ ഡോക്ടർ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ദൈവമേ, കൃത്യമായിട്ട് ആ ഡോക്ടർ അവിടെ ഒരു ദിവസം ആ ഈവനിങ് സമയത്ത് വരാറില്ല ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. കൃത്യമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ സീരിയസ്. ഷീലയ്ക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. എങ്ങനെയൊക്കെ ഞങ്ങൾ വലിച്ചിറക്കി. എന്നിട്ട് ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന ഉത്തരീയം അത് കുഞ്ഞിനെ ക്ഷമിക്കണം ആ മെഡൽ കൊച്ചിൻ്റെ തലയിൽ മുട്ടിച്ചിട്ട് പഠിച്ചു. എൻ്റെ അമ്മ, എനിക്ക് കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നെ എന്ന് പറഞ്ഞ് പഠിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് സ്തുതിച്ച് പഠിച്ചു. ഡോക്ടർ അപ്പോൾ കൊച്ചിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇതിവിടെ നിൽക്കില്ല, നമുക്ക് ഷിമോഗ സർജിയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരെന്നെ ആംബുലൻസ് വിളിച്ചു സർജിയിൽ കയറി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ആംബുലൻസ് കയറുന്ന സമയത്ത് ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നമ്മളൊരു ഹോപ്പിൻ്റെ ഒരു ആൻസറാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കൊന്നും പറയാൻ സാധിക്കില്ല, കാരണം കൊച്ചിൻ്റെ ബ്രെയിൻ പുറത്തു വന്നു. അപ്പോൾ അതുകൊണ്ട് ഐ കാൺ ഗിവ് യു എനി അഷ്വറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണാതെ ഞങ്ങൾക്ക് കാണാം ഈ തലയുടെ സൈഡിൽ ബ്രെയിൻ ബൾജ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാം. പിന്നെ അവിടുന്ന് ആംബുലൻസിൽ ഞങ്ങൾ സർജി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ പോകുന്ന സമയത്ത് ഈ വണ്ടിയിലേക്ക് കയറാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ച് പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആരും വണ്ടിയിലേക്ക് കയറുന്നില്ല. ഞാനും വേറെ ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോകുന്ന സമയത്ത് മാതാവിനെ ജപമാല കുറേ ഉറക്കെ പ്രൈസ് വർഷിപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കൃപാസന മാതാവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ, എനിക്ക് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തരണമേ, എന്നെ സാക്ഷിയാക്കി വരണമേ, എൻ്റെ ലോകത്തിന് മുമ്പിൽ എന്നെ സാക്ഷിയാക്കി വരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ നോക്കി ഒരു 7 ഡോക്ടേഴ്സ് നിൽക്കുകയാണ്. എനിക്കത് ഭയങ്കര ഡിവൈൻ ഒരു ഇൻ്റർഫിയറൻസ് ആയിട്ട് തോന്നി. ഡോക്ടേഴ്സ് വന്ന് കുഞ്ഞിനെ അപ്പം തന്നെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് വിളിച്ചു. ഞങ്ങൾ ചോദിച്ചു, എന്താ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇറ്റ് വാസ് എ സിവിയർ ഹിറ്റ്, ഇതൊരു വലിയ മേജർ ആക്സിഡൻ്റാണ്, സോ വി കാൺ ഗിവ് യു എനി അഷുറൻസ്. മോസ്റ്റ്ലി അവൻ്റെ ഹെഡിനൊരു ബോൺ ഉണ്ടാവും മനുഷ്യരെ, അത് ബ്രോക്കൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇവനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുമ്പോൾ. അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. സീൻ ഈസ് ക്വൈറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു 72 അവേഴ്സ് കഴിയുമ്പോൾ ഒരു പക്ഷേ സീൻ മാറാം. അവർ എപ്പോഴും അതിനകത്തേക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. കൊച്ചി കിട്ടില്ല എന്ന നെഗറ്റീവായിട്ട് സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് മനസ്സിൽ പഠിച്ചിരിക്കണം, എൻ്റെ കൃപാസനമ്മ, എനിക്ക് നിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാനുള്ള കൃപ തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പോഴേക്കും ഇവളുടെ സഹോദരികളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വേഗം വന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ട് പോയുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ, നിൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള, ഞങ്ങൾക്ക് കുഞ്ഞിനായിട്ട് നിൻ്റെ അടുത്തേക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു 6-7 പേര് അങ്ങനെ സാക്ഷ്യം പറയാമെന്ന് നേർന്നുകൊണ്ട് ഈ ഞങ്ങൾ
മാതാവിൻ്റെ അടുത്ത് നേർച്ചയായിരുന്നു. ഞങ്ങളെല്ലാവരും ശക്തമായി പ്രാർത്ഥന. അപ്പോൾ ഓരോരുത്തർ പറയണം, ഓരോ സ്ഥലത്ത് വിളിച്ച് പ്രയർ ഗ്രൂപ്പിലേക്ക് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് കൃപാസനം ഓർമ്മ വന്നു വീണ്ടും. അപ്പോൾ ഞങ്ങളെ ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന ബീന ചേച്ചീനെ ഞാൻ വിളിച്ച് പറഞ്ഞു, ബീന ചേച്ചി ഇങ്ങനെ ഇതാണ് സീൻ. അപ്പോൾ അവർ സ്കാനിങ്ങിന് കൊണ്ടുപോവാണ്, അത് എന്നിട്ട് പറയാം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയണമെന്നത്. അപ്പോൾ നീ എന്തും പേടിക്കണ്ട, ഞാൻ കൃപാസനത്തേക്ക് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വിളിച്ച് പറഞ്ഞു, ഇവിടുത്തെ കൃപാസനത്തിലെ ജോറേണ്ണെ വിളിച്ച് പറഞ്ഞിട്ട് അഡോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നീ ഒന്നും പേടിക്കണമെന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ സ്കാനിങ് കൊണ്ട് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കരയാൻ പാകത്തിന് പോയ ആൾക്കാരൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വരാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് തോളിൽ തട്ട്, ഒന്നും പേടിക്കണ്ട, കൊച്ചിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് കേട്ട വഴി എല്ലാവരും പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ജോസേട്ടാ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത്, അത് വലിയ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ട, ഒരു വലിയ അത്ഭുതം കാണാൻ പറ്റി. അവിടെ സ്കാൻ ചെയ്തതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടതും ഞാനവിടെ പൊട്ടിക്കരഞ്ഞു. എനിക്ക് മിണ്ടാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ ഈ സ്കാൻ ചെയ്ത കൂട്ടത്തിലൊരു മലയാളി ഉണ്ടായിരുന്നു അവിടെ, കർണാടകയിലുള്ളോ. അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവൻ എന്നെ വന്ന് കാണാനായിട്ട് ഭയങ്കര മോട്ടിവേഷൻ. അവൻ എന്നെ അന്വേഷിച്ച് ഓടി വന്നേക്കാണ്. ഇത് ആരാ ബ്രോ എന്ന് പറഞ്ഞ് എന്നെ വന്ന് വിളിച്ച്, ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്ന സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറും ഞാനും കൂടിയാണ് ഇരുന്നത്. അപ്പം ഞാൻ അറിയുന്ന ആളെന്ന് പറഞ്ഞ് എല്ലാം ചോദിച്ചു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ട, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, ഒരു മാക്സിമം ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് കിടക്കേണ്ടി വരും, അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വീണ്ടും ഫിറ്റ്സ് വരാൻ തുടങ്ങി. ആദ്യത്തെ ഫസ്റ്റ് ദിവസം ഫിറ്റ്സ് വന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഫിറ്റ്സ് വന്നു, അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3ാമത്തെ ദിവസം ഫിറ്റ്സ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണ ഹെഡ് ഇഞ്ചുറി നിന്ന് ഫിറ്റ്സ് വരും, പക്ഷേ അത് 2 ഡോസ് കൊടുത്ത് കഴിയുമ്പോഴേക്ക് മാറും, ഈ 3 ദിവസത്തിലേക്ക് ഒരിക്കലും പോകാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും തീയായി. അപ്പോൾ ഞാൻ വീണ്ടും ബീന ചേച്ചിനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് അവർ നേരത്തെ അഡോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നീ ഒന്നും പേടിക്കേണ്ട, ദൈവം അത്ഭുതം പഠിക്കുന്നു പറഞ്ഞു. പിന്നെ ഞാൻ ആ ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥന നടന്നു. പിറ്റേ ദിവസം നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നഴ്സിനോട് ചോദിച്ചു, രാവിലെ ഏർലി മോർണിംഗിൽ ഒരു 6:30 ഒക്കെ ഈ രാത്രി ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ രാത്രി ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥം വെച്ചൊരു വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മന്ത് അവൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഈ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലക്ഷങ്ങൾ പൊട്ടുമെന്ന് മനസ്സിലായി. കാരണം ആ ഹോസ്പിറ്റൽ അത്രയ്ക്ക് കോസ്റ്റ്ലി ഹോസ്പിറ്റലാണ്. പക്ഷേ ഞാനപ്പോൾ ജോബിലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായില്ലായിരുന്നു. ജോബ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് കവറേജും ക്ലോസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പൈസ ഇല്ല, അവിടെ ലക്ഷങ്ങളോടെ കയറി ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പൈസ ഇല്ല, നീ എനിക്ക് പൈസ ഒരുക്കി തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മച്ചിയുടെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടി, പൈസ ആവശ്യത്തിന് കിട്ടുമെന്നൊരു ബോധ്യം കിട്ടി. അമ്മച്ചി അത് പറയുകയും ചെയ്തു എന്നോട്, നിനക്ക് പൈസ കിട്ടും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കറിയില്ല, പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് പറന്ന് വന്നതിൽ എനിക്ക് തോന്നി. എവിടെ നിന്നൊക്കെ വന്നത് എനിക്ക് ഒരു എത്തുമ്പോഴത്തും കിട്ടില്ല. അത് പക്ഷേ ഈ കാശ് ഒത്തിരി പൊട്ടാണ്. കാരണം അതുപോലെയാണല്ലോ കൊച്ചിന് വേണ്ടി ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 1 ലക്ഷം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് 20,000 പോകണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി മുതൽ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം ഉണ്ടായേ പറ്റൂ. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യണവരെ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം ഉണ്ടാവണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല, ആരൊക്കെയോ 10,000 രൂപ അയച്ചുകൊണ്ടിരുന്ന ആൾക്കാർ 50,000 രൂപ അയക്കാൻ തുടങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഒരു 2 ആഴ്ച വരെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷത്തിന് താഴത്തേക്ക് പോയിട്ടില്ല. അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു ദൈവത്തിൻ്റെ. ദൈവം സമ്പന്നനാണ്, അത് നമുക്ക് ദൈവം കാണിച്ചെന്ന്. പിന്നെ മാത്രമല്ല ഡോക്ടേഴ്സ് സർജൻ ഇവനെ കാണുമ്പോൾ എപ്പോഴും പറയുന്നത്, ഇവൻ ഹീലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നത്, ഏ മാൻ, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് വന്നാലും ഇവനെ കണ്ട ഫസ്റ്റ് പറയുന്നത്, സർജൻ പറയുന്നത് ഗോഡ് ഈസ് ഗ്രേറ്റ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ദിവസം ആക്സിഡൻ്റ് ആയിട്ട് വന്ന സമയത്ത് ഈ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ആ ഡോക്ടേഴ്സൊക്കെ ഇവനെ എപ്പോഴെങ്കിലും ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഇവനെ കാണുമ്പോൾ അവർ പറയുന്നത്, ഏ മാൻ, ഡു യു റിമെമ്പർ ദിസ് ഗൈ? കാരണം ആ സീൻ ഡിഫറൻ്റ് ആയിരുന്നു, അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവൻ ജീവനോടെ ഒരു കുഴപ്പമില്ലാണ്ട് മെടുക്കാനായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ അവർക്കൊക്കെ ഒരു അത്ഭുതമാണത്. അതുമാത്രമല്ല, ഞങ്ങൾ ഈ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തും ആ ഹോസ്പിറ്റലുകാർക്ക് ഞങ്ങളോടൊരു ഫേവർ തോന്നി. ഞങ്ങൾക്ക് എന്തോ അങ്ങനെ ഒരിക്കലും ചെയ്യാത്തതാണ്. ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഫിനാൻസ് ഞങ്ങൾക്ക് കുറച്ച് ഇളവ് തന്നു.
അങ്ങനെ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിലൊക്കെ ഉണ്ട്, ഇതിനിടയ്ക്ക് പലതും സംഭവിക്കും, പക്ഷേ നിങ്ങൾക്ക് ജീവനൊന്നും സംഭവിക്കില്ല. കാരണം മാതാവിൻ്റെ ശക്തമായ കരുതലാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അത് നിങ്ങളിത് ഒന്നും പേടിക്കണ്ട. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു സിറ്റുവേഷനിൽ കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള പേടി തന്നെ നടന്നു. കാരണം പല ആൾക്കാർ പലതും പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ പെങ്ങൾ വിളിച്ച് പെങ്ങൾ ഇവിടെ കൃപാസനത്തിൽ സാക്ഷി എനിക്ക് അയച്ചെന്നു. ഒരു ഗൾഫിൽ വെച്ചൊരു മരിച്ച ജീവൻ വിട്ടുപോയൊരു മകനെ അവൻ്റെ അമ്മ അവൻ്റെ സിസ്റ്റർ കാൽമ പിടിച്ച് വലിച്ച് അവന് വീണ്ടും അവൻ ജീവനിലേക്ക് വരുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര ശക്തമായൊരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. പിന്നെ ഗ്രാജുവലി പിന്നെ ഞങ്ങൾ ഫോളോ അപ്പിന് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഒരു 1 മന്ത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹേയ് മാൻ, ഹീസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ ഓഫ് ഗോഡ്, വി ആർ പ്രേയിങ് ടു സെയിൻറ്റ് മേരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ കാരണം ഡിസ്ചാർജ് ചെയ്യുന്നമേ 1 മാസം ICUയിൽ കിടന്നു. ഡിസ്ചാർജ് പറഞ്ഞത് 5 മാസം അവൻ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹീസ് ലൈക്ക് എ ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞു. പക്ഷേ ഫോളോ അപ്പിന് വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഡോക്ടർ പറയുന്നത് ഹീസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി. അങ്ങനെ ഡോക്ടർക്ക് തന്നെ ഭയങ്കര ഒരു മിറാക്കിളായിട്ടത് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കിന്ന് അപ്പോൾ ആ കുഞ്ഞാണ് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ ഓടി നടക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 വയസ്സായിട്ടില്ല, അവന് യാതൊരു കുഴപ്പമുണ്ടായില്ല. ഇനി അവൻ സംസാരിക്കുന്നതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് നാക്ക് കട്ടായിരുന്നു. അപ്പോൾ പതുക്കെ സംസാരിച്ച് പുള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം ഞാൻ വലിയ ആ ഒരു അപകടത്തിൽ വെച്ച് ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചായിരുന്നു, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള എന്നെ സാക്ഷിയാക്കി മാറ്റണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതെനിക്ക് ഇന്ന് ഈ സമയം ഇപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റി. താങ്ക്സ് ടു ഗോഡ് ആൻഡ് കൃപാസന മാതാവിന് കോടാനുകൂടി നന്ദി. പ്രൈസ് ലോർഡ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് പരിശോധിക്കുന്നവരാണെങ്കിൽ കേൾക്കുന്നവരാണെങ്കിൽ ഇപ്പം അടുത്തിടയിലായിട്ട് ഒരുപാട് അപ്പന്മാരെന്ന് ഉദ്ദേശിച്ചത് അപ്പന്മാരുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതിലേറെ പ്രത്യേകിച്ച് ഈ ഒരു കുഞ്ഞിൻ്റെ ഇതാണ്. അത് പറഞ്ഞു, ഏകദേശം ഒരു മരണത്തിൻ്റെ അടുക്കൽ വരെ എത്തിയ ഒരു കുഞ്ഞിനെ ഈ അൾത്താരയിൽ കൊണ്ടുവരാമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മളിത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകത്തിന് മുൻപിൽ ചങ്കുറപ്പോടെ വിളിച്ചു പറയുവാനായിട്ട് ഓരോ വ്യക്തിക്കും ഇങ്ങനെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാവുമ്പോഴാണ് ഇതിന് പിന്നിൽ അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നൊരു വ്യക്തി തിരിച്ചറിഞ്ഞ് കൂടുതൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു സത്യത്തെ വിളിച്ചു പറയുവാനായിട്ട് അവർക്ക് ശക്തി ലഭിക്കുന്നത്. അപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേര് വെൻറ്റിലേറ്ററിൽ നിന്നും ICUയിൽ നിന്നൊക്കെ ഒരുപാട് സാക്ഷ്യങ്ങളോട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം റെഫർ ചെയ്ത കൂട്ടത്തിൽ ഏതോ അങ്ങനെ ഒരു സാക്ഷ്യത്തെയും റെഫർ ചെയ്തിട്ടുണ്ട്. അത് ആരോ അയച്ചു കൊടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സാഹചര്യത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഒരു സിമിലറായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തേത്, ആ ചെയ്ത ഒരു അപകടം ഉണ്ടായതിന് ശേഷം അവർ സ്റ്റഡിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പേ സഹായ വസ്തുവുമായിട്ട് സഞ്ചരിച്ചെത്തിയ ആരോ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, അവിടെ ചെല്ലുന്ന സമയത്തൊരു ഡോക്ടർ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ചെല്ലുന്ന സമയത്തൊക്കെയും ആരോ നമുക്ക് വേണ്ടി മുൻപേ പോയി സംസാരിച്ച് റെഡിയാക്കിയതുപോലെ ഒരു സാഹചര്യങ്ങൾ. ഇതിങ്ങനെ എല്ലാ സാക്ഷ്യത്തിലും ആവർത്തി നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉടമ്പടി എടുത്തവരുടെ യാത്രകളിലൊക്കെയും പലരും കാത്തുനിന്ന് അല്ലെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ വന്നിരിക്കൂ, എന്നോട് ഇതുവരെ ഇല്ലാത്ത ഒരു പെരുമാറ്റവും. അപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ മാതാവിൻ്റെ ഈ ഒരു സഞ്ചാരവുമായിട്ടും മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ടും ചേർത്ത് വെച്ചാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു കാര്യം ഈ ഒരു സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഒരു കാര്യം, കുഞ്ഞ് വേഗം ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഈ വേഗതയും പ്രാർത്ഥനയിൽ ലഭിക്കുന്ന പെട്ടെന്നുള്ളൊരു മറുപടിയുമെല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടിയുടെ അനുഭവമായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ദൈവത്തിന് മുൻപിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അത് ഇന്ന് കുഞ്ഞു കുടുംബമായിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ സത്യം നമ്മളോട് പ്രഖ്യാപിക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ഒരു വലിയൊരു ശക്തിയും ധൈര്യവും സൗഖ്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും നിയോഗങ്ങളായിട്ട് ശക്തമായിട്ട് അനുഭവിച്ച് പ്രഖ്യാപിക്കാൻ തക്കത് നമ്മുടെ നിയോഗങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ആ കുഞ്ഞിന് ലഭിച്ച അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ലഭിച്ച സംരക്ഷണത്തിനും വേഗം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനും എല്ലാത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ